എല്ലാവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു ടോപ്പിക്കായ ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് വളരെ ശ്രദ്ധിച്ചു പഠിക്കുക. ഡയമെൻഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശ ചോദ്യങ്ങളും വരുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ളൊരു സെക്ഷനാണ് ഡയമെൻഷൻ. 4 യൂസസ് ആണുള്ളത്. ആ യൂസുകൾ ഓരോന്നിനും ഞാൻ പറയുന്നില്ല. അത് എന്ത് ചെയ്യുക, വീഡിയോ കണ്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യമാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗർ, അതായത് പരീക്ഷയിൽ ചോദിക്കുന്നത് ഒരു നമ്പർ തന്നിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്നതാണ് ചോദ്യം. അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗർ പഠിക്കാൻ നിങ്ങൾ പ്രധാനമായിട്ട് ഒരു 5 റൂളുകൾ പഠിക്കുക, 5 നിയമങ്ങൾ പഠിക്കുക. നിയമങ്ങൾ ഒരിക്കലും സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പരീക്ഷ എന്ത് ചെയ്യാറില്ല, ചോദിക്കത്തില്ല. ഇങ്ങനെ കുറെ നമ്പേഴ്സ് തന്നിട്ട് ആ നമ്പറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്ന് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോ മോസ്റ്റ് വാല്യുബിൾ ഡിജിറ്റ് ഇൻ എ നമ്പർ ഈസ് കാൾഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്നാണ് അതിന്റെ ഒരു നിയമം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിനിഷൻ. ഇപ്പോൾ നമ്മൾ 100 എന്ന് എഴുതുമ്പോൾ 0 എന്താ ഇവിടാണ് അല്ലേ. ഇങ്ങനെ എഴുതിയാൽ നോക്കിക്കേ, ഈ പറയുന്ന 0കൾ മാറി ഇങ്ങോട്ട് വന്നപ്പോൾ ഈ നമ്പേഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു. ഒരു നമ്പർ കൂടുതൽ, വാല്യൂ കൂടുതൽ ആക്യുറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്ത് കാണും, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാണും എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഒരാള് ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ആൻസർ 1.6 കിട്ടി, മറ്റൊരാൾക്ക് 1.62 കിട്ടി. കൂടുതൽ ആക്യുറേറ്റ് രണ്ടാമത് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കും കൂടുതൽ എന്തുള്ളത്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത്. ഇനി സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാനുള്ള റൂളുകൾ ഞാൻ പറയാം, നിയമങ്ങൾ പറയാം. ആദ്യ നിയമം, all the non-zero digits are significant. 0 വരാത്ത എല്ലാ നമ്പറുകളും സിഗ്നിഫിക്കന്റ് ആണ്. all the non-zero എന്ന് പറഞ്ഞാൽ 26, 39, ഇതിൽ സീറോസ് ഒന്നും തന്നെ ഇല്ല. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, 1, 2, 3, 4. ഇതിൽ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം 4 ആണ്. 125, സീറോ ഒന്നും തന്നെ ഇല്ല. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, 1, 2, 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 24, സീറോ ഇല്ലാത്ത നമ്പറാണ്, നോൺ സീറോ നമ്പറാണ്. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അപ്പോ സിഗ്നിഫിക്കന്റ് ഫിഗർ പഠിക്കുന്നതിനുള്ള ആദ്യ റൂളാണ്, ആദ്യ നിയമമാണ്, ഓൾ ദി നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. 0 വരാത്ത എല്ലാ നമ്പറുകളും എന്ത് നമ്പറാണ്, സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള നമ്പറാണ്. 5, 6, 7, 8, 9, 3 ഇത് നോൺ സീറോ നമ്പറാണ്, സീറോ ഇല്ലാത്ത നമ്പറാണ്. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, 1, 2, 3, 4, 5, 6 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഓർക്കുണ്ടോ? ഫസ്റ്റ് റൂൾ പഠിച്ചു, ഓൾ ദി നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സെക്കൻഡ് റൂൾ, all the zeros between 2 non-zero digits are significant. all the zeros between means ഇടയിൽ വരിക. എവിടെ, 2 non-zero digit, 2 സീറോ അല്ലാത്ത നമ്പറുകൾക്കിടയിൽ വരുന്ന സീറോകൾ എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ 2 ഒരു സീറോ അല്ലാത്ത നമ്പറാണ്, 5 ഒരു സീറോ അല്ലാത്ത നമ്പറാണ്. ഇവയ്ക്കിടയിൽ 0 വന്നു, എന്നാൽ ഈ 0 എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 108, 1ഉം 8ഉം നോൺ സീറോ നമ്പറാണ്. അതിനിടയിൽ സീറോ വന്നു എങ്കിൽ ആ 0കൾ കൂട്ടണം. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ, 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. ആദ്യ റൂള്, നമ്പർ സീറോസ് ഇല്ലാത്ത എല്ലാ നമ്പറുകളും സിഗ്നിഫിക്കന്റ് ആണ്. രണ്ടാമത്തെ റൂള്, നോൺ സീറോ ഡിജിറ്റിന് ഇടയ്ക്ക് സീറോ വന്നാൽ അത്തരം സീറോയും എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. മൂന്നാമത്തെ റൂൾ, all the zeros on the left and right side of decimal are not significant when the number is less than 1. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ 1നേക്കാൾ ചെറിയ നമ്പറാണ് എങ്കിൽ, കൂടാതെ അതിൽ ഡെസിമൽ ഉണ്ട് എങ്കിൽ, ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന 0കൾ എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 0.056 അല്ലെ, കാണുമ്പോൾ തന്നെ അറിയാം 1നേക്കാൾ ചെറിയ നമ്പറാണ് അല്ലെ. അങ്ങനെ വന്നാൽ ഡെസിമലിന്റെ റൈറ്റിലും ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന 0കൾ എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. എന്ന് പറഞ്ഞാൽ 0.056 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ, 2 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. ഇതാണ് നിയമം.
ഒരു എക്സാമ്പിൾ ഇവിടെ 0.00001 തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണ്, ഡെസിമൽ ഉണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഇതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ റൂൾ ഇതാണ്, ഓൾ ദി സീറോസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ ആർ നോട്ട് സിഗ്നിഫിക്കന്റ് വെൻ ദ നമ്പർ ഈസ് ലെസ് ദാൻ 1. ഒന്നിനേക്കാൾ ചെറിയ നമ്പർ ആണ് വരുന്നത് എങ്കിൽ, അതിൽ ഡെസിമൽ ഉണ്ട് എങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന പൂജ്യങ്ങൾ എന്തല്ല? സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. 0.005 ആൻസർ പറയട്ടെ. ഒന്നിനേക്കാൾ ചെറിയ നമ്പർ ആണ്, ഡെസിമലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇതാണ് മൂന്നാമത്തെ റൂൾ. അപ്പോ ആദ്യത്തെ 3 റൂള് പഠിക്കുക. ഫസ്റ്റ് റൂള്, നോൺ സീറോ ഡിജിറ്റ്സ് തരുന്ന നമ്പറിൽ 0 ഇല്ല എങ്കിൽ അതിലെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. രണ്ടാമത്തെ റൂള്, 2 നോൺ സീറോ നമ്പറിനിടയിൽ വരുന്ന സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. മൂന്നാമത്തെ റൂള്, തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ ചെറിയ നമ്പർ ആണ്, അതിൽ ഡെസിമൽ പോയിന്റ് ഉണ്ട് എങ്കിൽ ലെഫ്റ്റിലെയും റൈറ്റിലെയും പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. നാലാമത്തെ റൂൾ, വെൻ ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1, ഇങ്ങനെ ഇട്ടാൽ ലെസ് ദാൻ 1, ഇങ്ങനെ ഇട്ടാൽ ഗ്രേറ്റർ ദാൻ 1, വാ തുറന്നിരിക്കുന്നതാണ് വലുത്. ഗ്രേറ്റർ ദാൻ 1, ദ സീറോസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ സിഗ്നിഫിക്കന്റ്. തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ വലുതാണ് എങ്കിൽ, വിത്ത് ഡെസിമൽ ആണ്, ഡെസിമൽ ഉണ്ട് എങ്കിൽ അതിലെ ലെഫ്റ്റിലെയും റൈറ്റിലെയും സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. 1.0040 തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ വലുതാണ് എങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ 1, 2, 3, 4, 5 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ 1.00050 തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ വലുതാണ്, 100.0050 ഒന്നിനേക്കാൾ വലുതാണ്. അങ്ങനെയാണ് എങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് ആണ്. ഇതിൽ 3, 4, 5, 6, 7 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. തന്നിരിക്കുന്ന നമ്പർ 10.001256 തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ വലുതാണ് എങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8 ഇതിൽ 8 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇതാണ് നാലാമത്തെ റൂൾ. നാലാമത്തെ റൂൾ ഒരിക്കൽ കൂടി, when the number is greater than 1 with ഡെസിമൽ ഉണ്ട് എങ്കിൽ the zeros on the left and right are significant. തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ വലുതായിരിക്കണം, അതിൽ ഡെസിമൽ പോയിന്റ് ഉണ്ട് എങ്കിൽ ആ ഡെസിമലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന പൂജ്യങ്ങൾ എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. ലാസ്റ്റ് റൂൾ, അഞ്ചാമത്തെ റൂൾ ഇതാണ്, all the zeros are not significant if the number is without decimal. All the zeros on the right side, കേട്ടോ, all the zeros on the right side are not significant if the number is without decimal. അതായത് ഡെസിമൽ ഇല്ലാതെ ഒരു നമ്പർ എഴുതി 25, അതിന്റെ റൈറ്റിൽ പൂജ്യങ്ങൾ വന്നു എങ്കിൽ ഇത്തരം പൂജ്യങ്ങൾ എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഈ 2500-ൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. 100 എന്ന് എഴുതിയാൽ അതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. 1000 എന്ന് എഴുതിയാൽ അതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. 550 എന്ന് എഴുതിയാൽ അതിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. അതായത് ഒരു നമ്പർ ഡെസിമൽ ഇല്ലാതെ വന്നു, ആ നമ്പറിന്റെ റൈറ്റ് സൈഡുകളിൽ 0 വന്നാൽ അത്തരം പൂജ്യങ്ങൾ എന്തല്ല? സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല എന്നാണ് അഞ്ചാമത്തെ റൂൾ. തീർന്നില്ല. ബട്ട് ഇറ്റ് കംസ് ഫ്രം എ മെഷർമെന്റ് all the zeros are significant. ഇതൊരു അളവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ എല്ലാ പൂജ്യങ്ങളും സിഗ്നിഫിക്കന്റ് ആണ്. എന്ന് പറഞ്ഞാൽ 100-ൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഇതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. എന്നാൽ 100 കിലോഗ്രാം എന്ന് എഴുതിയാൽ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അതാണ് വ്യത്യാസം. അപ്പൊ 100 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അതിന്റെ റൈറ്റ് സൈഡിലാണ് പൂജ്യങ്ങൾ വന്നത്. ഒരു നമ്പറിന്റെ റൈറ്റ് സൈഡിൽ 0 വന്നാൽ അത് സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. എന്നാൽ
ഇതൊരു അളവിനോടൊപ്പം ചേർന്ന് വന്നത് കൊണ്ട് ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇതാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ പഠിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ നിയമങ്ങൾ വേറെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അത് നിയമങ്ങൾ ഒരിക്കലും പരീക്ഷയിൽ ചോദിക്കത്തുമില്ല. അപ്പൊ നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു നമ്പർ കിട്ടിയാൽ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എഴുതാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ കൂടെ ഞാൻ ആ നിയമങ്ങൾ പറയാം. ഫസ്റ്റ് നിയമം, ഫസ്റ്റ് റൂൾ, ഓൾ ദി നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സീറോ അല്ലാത്ത എല്ലാ നമ്പറുകളും സിഗ്നിഫിക്കന്റ് ആണ്. രണ്ടാമത്തെ റൂൾ, ഓൾ ദി സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. 2 നോൺ സീറോ ഡിജിറ്റിനുള്ളിൽ സീറോസ് വന്നാൽ അത്തരം സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. മൂന്നാമത്തെ റൂൾ, ഓൾ ദി സീറോസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ഡെസിമൽ ആർ നോട്ട് സിഗ്നിഫിക്കന്റ് വെൻ ദ നമ്പർ ഈസ് ലെസ് ദാൻ 1. തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണ്, ഡെസിമൽ ഉണ്ട് എങ്കിൽ ലെഫ്റ്റിലെയും റൈറ്റിലെയും പൂജ്യങ്ങളെ പരിഗണിക്കരുത്, അത് സിഗ്നിഫിക്കന്റ് അല്ല. നാലാമത്തെ റൂൾ, when the number is greater than 1 with decimal, the zeros on the left and right are significant. തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ വലുതാണ് എങ്കിൽ ലെഫ്റ്റിലെയും റൈറ്റിലെയും, ഡെസിമലിന്റെ ലെഫ്റ്റിലെയും റൈറ്റിലെയും പൂജ്യങ്ങളെ പരിഗണിക്കണം, അത് സിഗ്നിഫിക്കന്റ് ആണ്. ലാസ്റ്റ് റൂൾ, all the zeros are not significant if the number is without decimal. Sorry, all the zeros on the right side are not significant if the number is without decimal. ഡെസിമൽ ഇല്ലാതെ ഒരു നമ്പർ തന്നാൽ ആ നമ്പറിന്റെ റൈറ്റിൽ വരുന്ന പൂജ്യങ്ങളെ പരിഗണിക്കരുത്, അതെന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. ബട്ട് ഇറ്റ് കംസ് ഫ്രം എ മെഷർമെന്റ്, ഓൾ ദി സീറോസ് ആർ സിഗ്നിഫിക്കന്റ്. ഇതൊരു അളവിനോടൊപ്പം ചേർന്ന് വന്നാൽ എല്ലാ സീറോകളെയും എന്ത് ചെയ്യണം, പരിഗണിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊന്നും ചെയ്തു നോക്കാം. നോക്കിക്കേ, 2896 ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? കാണുമ്പോൾ തന്നെ അറിയാം, സീറോസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ എല്ലാം കൂട്ടണം. 1 2 3 4, ഇതിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 0.001996 റൂൾ ഏതാ? ഏത് റൂൾ വെച്ചാ ചെയ്യാനുള്ളത്? തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണ്, റൂൾ നമ്പർ 3. ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റിലെയും റൈറ്റിലെയും പൂജ്യങ്ങളെ കൂട്ടരുത്. ഡെസിമലിന്റെ ലെഫ്റ്റ് പൂജ്യങ്ങളും റൈറ്റ് പൂജ്യങ്ങളും കൂട്ടരുത്. 1 2 3 4, 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. 3996.00. ഏത് റൂളാ? റൂൾ നമ്പർ 4. തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റ് റൈറ്റ് പൂജ്യങ്ങളെ കൂട്ടണം. 1 2 3 4 5 6 സിഗ്നിഫിക്കന്റ് ഫിഗർ. 0.0499 റൂൾ നമ്പർ 3. തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണ്, ചെറുതായ ഡെസിമലിന്റെ ലെഫ്റ്റ് പൂജ്യങ്ങളും റൈറ്റ് പൂജ്യങ്ങളും കൂട്ടരുത്. 1 2 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. 109 റൂൾ നമ്പർ 2. തന്നിരിക്കുന്നത് 2 നോൺ സീറോ നമ്പറിന് ഇടയിലുള്ള സീറോ ആണെങ്കിൽ എല്ലാം കൂട്ടണം. സിഗ്നിഫിക്കന്റ് ഫിഗർ 3. ഇത് രണ്ട് നമുക്ക് അവസാനം പറയാം. 46 സെന്റിമീറ്റർ ഒരളവിനോടൊപ്പം ചേർന്ന് വന്നിട്ടുണ്ട്, പൂജ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് കൂട്ടിയങ്ങ് എഴുതുക. 1 2, 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. 4.589 തന്നിരിക്കുന്നതിൽ സീറോസ് ഒന്നുമില്ല, വേറെ പ്രശ്നമില്ല. കൂട്ടി സീറോസ് വരുന്ന നമ്പർ മാത്രം ജസ്റ്റ് നോക്കിയാൽ അത് മാത്രമേ വ്യത്യാസപ്പെട്ട് വരത്തുള്ളൂ. ഇതിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. നോക്കിക്കേ, 0.0065 തന്നിരിക്കുന്ന നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണ്, റൂൾ നമ്പർ 3. ഒന്നിനേക്കാൾ ചെറുതാണ് എങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റ് റൈറ്റ് പൂജ്യങ്ങളെ കൂട്ടരുത്. 65 മാത്രം നോക്കിയാൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ? 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റൂള് കൊടുത്ത് എന്ത് ചെയ്യാനുള്ളത്. എന്നാൽ ഇതിലൊരു കേസ് വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ തന്നു. ഇത് നമുക്ക് ഒരു റൂളിലും എടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്യാനുള്ളത്, പവർ വരുന്ന ചോദ്യങ്ങൾ വന്നാൽ പവർ നിങ്ങൾ പരിഗണിക്കേണ്ട, അല്ലാതെ വരുന്ന ടേംസിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 2.09 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? റൂൾ നമ്പർ 2. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. അതുകൊണ്ട് ഈ പറഞ്ഞ ചോദ്യത്തിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ? 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. 7.090 × 10⁵. പവർ നോക്കണ്ട, 7.090 നോക്കിയാൽ മതി. റൂൾ നമ്പർ 4. നമ്പർ ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ
ഡെസിമലിന്റെ ലെഫ്റ്റ് റൈറ്റ് പൂജ്യങ്ങളെ കൂട്ടണം. ഇതിൽ മൊത്തത്തിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഇതിന്റെ ആൻസർ 4. ഇതാണ് ഇത് കാര്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. ഈ ഒരു 5 ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. 108, 1080, 10.80, 0.0018, 100.00. ഇത്രയുമാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ. റൂളുകൾ നിങ്ങൾ പഠിക്കേണ്ട, ഇത് മലയാളത്തിലൊന്ന് ഓർത്തിരുന്നിട്ട് ഒരു നമ്പർ കിട്ടിയാൽ എന്ത് ചെയ്യുക, അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു നമ്പർ കിട്ടിയ 0 ഇല്ലെങ്കിൽ നേരിട്ട് മൊത്തം നോക്കുക. 0 വന്ന അവസാനമാണ് 0 വരണമെങ്കിൽ അത് ഒഴിവാക്കണം. 1നേക്കാൾ ചെറുതാണെങ്കിൽ ഡെസിമലിന്റെ ലെഫ്റ്റ് റൈറ്റ് പൂജ്യങ്ങളെ കൂട്ടരുത്. 1നേക്കാൾ വലുതാണെങ്കിൽ ലെഫ്റ്റിലെയും റൈറ്റിലെയും പൂജ്യങ്ങളെ കൂട്ടണം. പവർ വന്നാൽ പവർ നോക്കണ്ട, അല്ലാതെ ഉള്ളതിൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇത്രയുമാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠിക്കുക. ഇതിന്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ എന്ത് ചെയ്യാം